സാഞ്ചസ് വോയ്സ് പാരിഷ് ബുള്ളറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണീശോന്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. പാവർട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രം ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2024 ഡിസംബർ 26 രാവിലെ 9 മണിക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുന്ന ഡീക്കൻ ബ്രിൽവിൻ ഒലക്കെങ്കിലാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഡീക്കനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ? തിരുപ്പട്ടത്തിനായിട്ട് ഒരുങ്ങുന്നു. ഏകദേശം ഒരു 10-22 കൊല്ലം മുമ്പ് കണ്ടൊരു സ്വപ്നം അതതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താണ്. ഒരിക്കലും അത് പൂർത്തിയാകുന്നില്ല എന്നറിയാം, ആരംഭിക്കുന്നുള്ളൂ. എന്നാൽ പോലും അതിലൊരു സന്തോഷമുണ്ട്. ഇത്രയും വർഷത്തെ പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും അധ്വാനത്തിൻ്റെ ഒക്കെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. തുടർന്നും ഞങ്ങൾ പ്രാർത്ഥനകളിലൊക്കെ ഓർക്കുക, ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഒരു ദൈവവിളി എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ ആഗ്രഹം തുടങ്ങിയത്? ചെറുപ്പം മുതലേ അച്ഛനാകാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ഇൻസിഡൻ്റ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെയാണ് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വന്നിരുന്നത്. അപ്പോൾ അമ്മയുടെ കൂടെ വരുന്ന സമയത്ത് അവിടെ പുറകിൽ കുട്ടികളുടെ കൂടെ കളിക്കാനും അങ്ങനെയൊക്കെ സമയം ചെലവഴിക്കുന്ന, ഇപ്പോഴും നമ്മുടെ അവിടെ പള്ളിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇടയ്ക്ക് അമ്മയുടെ കണ്ണ് തെറ്റുമ്പോൾ പള്ളിയുടെ പുറത്തേക്ക് ഓടുന്നു, അങ്ങനത്തെ വികൃതികളൊക്കെ ഉള്ള ഒരാളാണ്. ഒരു ദിവസം ഇങ്ങനെ പള്ളിയുടെ പുറത്തേക്ക് ഓടിയിട്ട് എന്നെ പിടിക്കാനായിട്ട് അമ്മയ്ക്ക് ഏകദേശം പാവർട്ടി സെൻറ്റർ വരെ എത്തേണ്ടി വന്നു. നമ്മുടെ ഈ കോൺവെൻറ്റ് ഓടിയിട്ട് അങ്ങോട്ട് ഓടി. അപ്പോൾ അതിനുശേഷം അമ്മ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇനി മുതൽ എൻ്റെ കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് വരണ്ട, പപ്പയുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. പപ്പയുടെ കൂടെ പോകുമ്പോൾ നമുക്ക് ഈ പള്ളിയിൽ വെച്ച് കാണിക്കുന്ന വികൃതികളൊന്നും അത്ര എളുപ്പമല്ല. കുറച്ചുകൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ടാണ് പപ്പയുടെ അടുത്ത് ഇരിക്കുമ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നേരം പോകുന്നില്ല കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ. അപ്പോൾ അനിയൻ കൂടെയുണ്ട്, എന്നേക്കാൾ ഒരു 4 വയസ്സ് വ്യത്യാസമുള്ള താഴെയാണ്. അവനെന്തെങ്കിലും ഇങ്ങനെ കിച്ചിന്നുള്ളിലേക്ക് ഒന്ന് കരയിക്കുക, നേരം പോകാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിശുദ്ധ കുർബാന സമയം കളയണം, അതാണ് ഉദ്ദേശം. അപ്പോൾ ഇടയ്ക്ക് വല്ലാതെ എൻ്റെ വികൃതി ഇങ്ങനെ വല്ലാതെ കൂടുമ്പോൾ പപ്പ അങ്ങനെ ഇടയ്ക്ക് പിച്ചൊക്കെ തരും. അതിൽ കുറച്ച് വേദന ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ വേദന പോകുന്ന വരയ്ക്ക് നല്ല ശ്രദ്ധയോടെ വിശുദ്ധ കുർബാനയിലിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തവണ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്, അച്ഛനൊരു അപ്പം എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറയുന്നു, ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, നിത്യം ജീവിക്കുമെന്നൊക്കെ പറയുന്നു. ഓൾട്ടർ ബോയ്സ് മണിയടിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ ഒരു ബഹളമായും. പക്ഷേ സംതിങ് അവിടെ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു അവസരം. അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അത് ഭക്ഷിച്ചു, എല്ലാവർക്കും ചെറിയ അപ്പം കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി, എല്ലാവർക്കും ആഗ്രഹമാണ് കുറേ കാലം ഭൂമിയിൽ ജീവിക്കണം, മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. നമുക്ക് ജീവന്റെ അപ്പാണല്ലോ. അതെ, നമുക്ക് അന്ന് അങ്ങനെയുള്ള ബോധമൊന്നും നമുക്കില്ല. അച്ഛൻ ഉദ്ദേശിച്ച മരണം ജീവിതം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ കോൺഫിഡൻസോട് കൂടി ഒരാൾ പറയുന്നത് കേൾക്കുന്നത്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, ഇത് ഭക്ഷിക്കണമെങ്കിൽ അച്ഛനാകണം. കാരണം അച്ഛൻ ആ പാറും കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ചെറിയൊരു 1-ാം ക്ലാസ്സുകാരൻ്റെ ഒക്കെ ഒരു പൊട്ടുബുദ്ധിയിൽ തോന്നിയൊരു കാര്യമാണ്. പിന്നീട് അച്ഛൻ ഉദ്ദേശിച്ച മരണം എന്താണ്, ജീവിതം എന്താണ് എന്നൊക്കെ ഞാൻ വേദപാഠ ക്ലാസ്സുകളിലൂടെയും എൻ്റെ മാതാപിതാക്കളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും അതൊരു അടുത്തൊരു ഇവൻ്റാണ്. അച്ഛനാകാനായിട്ട് സ്പാർക്ക് തോന്നുന്നതൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് അച്ഛനാണെന്ന് തോന്നി തന്നാണ്. കുടുംബത്തിലെ പറ്റിയൊന്ന് പറയാൻ സാധിക്കും? ഞങ്ങൾ വീട്ടിൽ 4 പേരാണ് ഞങ്ങൾ. പപ്പ, അമ്മ, അനിയൻ, പിന്നെ ഞാൻ. പാപ്പനും അമ്മയും എനിക്കൊരു 4 വയസ്സുള്ള സമയത്ത് മരിച്ചുപോയി. പപ്പ സ്കൂൾ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. അമ്മ അവിടെ CKCയിൽ പഠിപ്പിക്കുന്നുണ്ട്. അനിയൻ അകലാട് എന്ന് പറയുന്ന സ്ഥലത്ത് പഠിപ്പിക്കുന്നു. പപ്പ പഠിപ്പിച്ചിരുന്നത് പുതുമനശ്ശേരി AMLPS പുതുമനശ്ശേരി എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു. അതാണ് ഞാൻ വീട്. വിദ്യാഭ്യാസം കാലഘട്ടങ്ങൾ, വിദ്യാഭ്യാസം ആദ്യത്തെ 4 വർഷം LP സ്കൂളിൽ ഞാൻ പപ്പ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് പോയിരുന്നത്. പപ്പ അവിടെയായിരുന്നു ഹെഡ് മാഷായിരുന്നു. UP ഞാൻ കോൺവെൻറ്റ് എന്ന് പറയും, സെൻറ്റ് ആൻ്റണീസ് കോൺവെൻറ്റ് സ്കൂൾ പാലുവായി, അവിടെയാണ് പഠിച്ചത്. ഹൈസ്കൂൾ ചിറ്റാറ്റേരിയാണ് പഠിച്ചത്. ഹയർ സെക്കൻഡറി സെൻറ്റ് ജോസഫിനാണ് പാവർട്ടി സ്കൂൾ. അതിനുശേഷമാണ് സെമിനാരി. വിദ്യാഭ്യാസം തന്നെ നാല് വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെയാണ് കടന്നത്. അടുത്ത കാലം വരയ്ക്കും സൈക്കിള് ഒരു സാഹചര്യം. ഡിഗ്രി പഠിച്ച നാട്ടിൽ നിന്നാണ്. സെമിനാരി ചേർന്നതിന് ശേഷം നാട്ടിൽ വന്നിട്ടാണ്. ഡിഗ്രി കഴിയുന്ന അവസരം വരെ സൈക്കിൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയി, വീട്ടിൽ പിന്നെ അതാരും ഉപയോഗിക്കുന്നില്ലെന്നൊക്കെ അങ്ങനെ അവസാനിപ്പിച്ചാണ്. അതുവരെ സൈക്കിൾ തന്നെയായിരുന്നു. ഈ വൈദികനാവെന്നുള്ള ആഗ്രഹം കുടുംബത്തിൽ പറയുന്ന സമയത്ത് അപ്പച്ചൻ്റെ അമ്മയുടെ ഒക്കെ പ്രതികരണം? ഞാനിതുപോലെ ചെറുപ്പം തൊട്ട് ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഞാൻ അച്ഛനാകും പോകും എന്നുള്ള രീതിയിൽ. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അനുവാദം ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പോകണ്ട, +2 കഴിഞ്ഞ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിടാമെന്ന് പറഞ്ഞു.
അപ്പോൾ +2 കഴിഞ്ഞ് ഞാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വർഷങ്ങളിലാണ് നമ്മുടെ സിറോ മലബാർ സിനഡ് ഒരു തീരുമാനം എടുക്കുന്നത്. ഡിഗ്രി പഠിക്കാനായിട്ടുള്ള കുട്ടികളെ 3 വർഷം വീട്ടിലേക്ക് വിടണം. അല്ലെങ്കിൽ സെക്കുലർ ഡിഗ്രി എന്തായാലും സെപ്പറേറ്റ് കോളേജ്, മിക്സഡ് കോളേജിൽ പോയി പഠിക്കണം എന്നുള്ളൊരു തീരുമാനം വന്നു. അപ്പോൾ നമ്മുടെ അതിരൂപത എടുത്ത തീരുമാനം കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ, മിക്സഡ് കോളേജിൽ പഠിക്കണം. അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ തിരിച്ചു കയറാം എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രാക്ടിക്കലി ഡിഗ്രിക്ക് ഞാൻ വീട്ടിൽ വരും എന്നുള്ളൊരു ധാരണ വന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഡിഗ്രിക്ക് വരുന്നുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്കൊരു പൂർണ്ണ സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. എതിർപ്പൊന്നുമില്ല. എന്നാൽ പറയുന്ന ഒരു വിഷമമുണ്ട്. പോകുന്നു എന്നുള്ളതിലൊരു വിഷമമുണ്ട്. എന്നാലും പോയിട്ട് തിരിച്ചു പോരണമെങ്കിൽ പോന്നോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് വിട്ടത്. അതെല്ലാ വെക്കേഷന് കഴിഞ്ഞു തിരിച്ചു പോകുമ്പോഴും ചോദിക്കും, ഇനി തിരിച്ചു പോകണ്ടെങ്കിൽ പോകേണ്ട വീട്ടിൽ നിന്നോ എന്നുള്ള രീതിയിൽ. ഇവൻ അയക്കുന്നതിന് മുമ്പ് വരെ എന്നോട് തിരിച്ചു പോരണമെങ്കിൽ പോരെ എന്ന് തന്നെയാണ് പറഞ്ഞത്. വൈദിക വിദ്യാർത്ഥിയാവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന പുതിയ തലമുറയോട് എന്താണ് ഡീക്കിന് പറയാനായിട്ടുള്ളത്? ഞാനത് അച്ഛനാകാനുള്ളവർ എന്ന് ലിമിറ്റ് ചെയ്യുന്നില്ല. ഏത് ദൈവവിളി സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നവർക്കും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. കാരണം നമുക്കറിയാം 4 ദൈവവിളികളാണുള്ളത്. ഒന്ന് പൗരോഹിത്യം, സന്യാസം, വിവാഹം, ഏകസ്ഥ ജീവിതം. ഏകസ്ഥ ജീവിതം നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല. അല്ലെങ്കിൽ അധികം ആൾക്കാർ അത് സ്വീകരിക്കുന്ന കണ്ടിട്ടില്ല. അപൂർവം ചിലരുണ്ട്, നമ്മുടെ അതിരൂപതയിലും ഉണ്ട് അങ്ങനെയുള്ളവർ. പക്ഷേ മറ്റ് 3 ജീവിതാന്തസ്സുകളും കുറെ കൂടി കോമൺ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് വിവാഹ ജീവിതത്തിലേക്കാണ്. ഏത് ദൈവവിളിയാണെങ്കിലും അതിന് ദൈവകൃപ ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഈ ഒരു 10-12 വർഷം ഞാൻ പരിചയപ്പെട്ട വ്യക്തികളിലൂടെയും കുടുംബങ്ങളിലൂടെയും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, കൃപ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈശോ ബൈബിളിൽ അത് പറയുന്നത്, കൃപ ലഭിച്ചവരല്ലാതെ ആർക്കും ഇത് പറ്റില്ല എന്നുള്ളത്. അതപ്പോൾ ഏത് ദൈവവിളിയിലേക്കും ദൈവകൃപ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഏതിലേക്കായാലും പ്രാർത്ഥനാപൂർവ്വമുള്ള ഒരു ഒരുക്കം ഉണ്ടാകണം. നമുക്ക് എന്ത് കാര്യവും 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ഒരുക്കമില്ലാതെ ചെയ്യാം, 2 നല്ല ഒരുക്കത്തോടു കൂടി ചെയ്യാം. അപ്പോൾ ഏത് ദൈവവിളി സ്വീകരിക്കുന്ന വ്യക്തിയാണെങ്കിലും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി അത് സ്വീകരിക്കുന്നതും ചുമ്മാ പോയി സ്വീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വിവാഹമായാൽ പോലും അത് ബാധകമാണ്. പലർക്കുള്ള ധാരണയാണ് അച്ഛനും സിസ്റ്ററും ആകുന്നവർ മാത്രം പ്രാർത്ഥിച്ചാൽ മതി, കല്യാണം കഴിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ടതാണ്. കല്യാണം കഴിച്ച പലരുടെയും ജീവിതം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വളരെ ഏത് ദൈവവിളി ആയാലും ദൈവകൃപയിൽ തന്നെ വളർന്ന മാത്രമാണ് അതിനെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ ഹോസ്പിറ്റൽ രണ്ടാണ് അഡ്ജസ്റ്റ്മെന്റിൽ പോകേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക. 2 ദൈവവിളി എന്ന് പറയുന്നത് ഞാനിപ്പോഴും ഉപമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ആ ഒരു അമ്മയുടെ തരത്തിലൊരു കുഞ്ഞ് രൂപം കൊള്ളുന്ന പോലെയാണ്. അമ്മമാരെ പലപ്പോഴും തിരിച്ചറിയാറില്ല തങ്ങളുടെ ഉദരത്തിലൊരു കുഞ്ഞ് രൂപപ്പെട്ടിരുന്നുണ്ട്. 1-2 മാസങ്ങൾക്ക് ശേഷമാണ് അവർ അറിയുന്നത് ഞങ്ങളുടെ ഉദരത്തിലൊരു പുതിയ ജീവനുണ്ടെന്നുള്ളത്. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ അമ്മയും അമ്മയ്ക്ക് ചുറ്റുമുള്ളവരെടുക്കുന്ന ഡിസിഷൻസിലാണ്, അല്ലെങ്കിൽ അവരെടുക്കുന്ന ഒരു പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കുഞ്ഞ് ജനിക്കുകയില്ല എന്നുള്ള തീരുമാനം. ദൈവവിളി ഇതുപോലെയാണ്. അമ്മയുടെ തരത്തിലൊരു കുഞ്ഞ് രൂപം കൊള്ളുന്ന പോലെയാണ്. ഒരു കുഞ്ഞ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അമ്മയ്ക്ക് പിന്നെ പറ്റില്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏറെ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില യാത്രകൾ പറ്റില്ല, ചില ഭക്ഷണ സാധനങ്ങൾ പറ്റില്ല, ചില സ്ഥലങ്ങൾ പറ്റില്ല, ചിലരുടെ സാന്നിധ്യം പറ്റില്ല. അതേപോലെ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ അമ്മ ചെയ്യേണ്ടി വരും. ഇഷ്ടമില്ലാത്ത ചില ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങണം, ചില രീതിയിലേ കിടക്കാൻ പറ്റുള്ളൂ, ചില മരുന്നുകൾ കഴിക്കണം, ചിലപ്പോൾ എക്സസൈസ് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണം, ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് വെക്കണം. അത് അമ്മയുടെ ഇഷ്ടത്തേക്കാൾ ഉപരി കുഞ്ഞിൻ്റെ ഒരു സുഗമമായ ജനനത്തിനെ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ദൈവവിളി ഇതുപോലെ തന്നെയാണ്. ഒരാൾക്ക് ഉള്ളിലൊരു ആഗ്രഹം തോന്നുന്നുവെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരുക്കാനായിട്ട് ആ വ്യക്തി അയാളുടെ ജീവിതത്തിൽ പരിശ്രമിക്കും. 2 അയാൾക്ക് ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതില്ലാതെ ഒറ്റയ്ക്ക് എല്ലാം നടക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എത്രമാത്രം പ്രാക്ടിക്കൽ ആകുന്നത്. അതുകൊണ്ട് ആഗ്രഹമുള്ളവർ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങുക. അത് ഏത് ജീവിതാന്തസ്സിലേക്കാണെങ്കിലും, വിവാഹത്തിലേക്കാണെങ്കിലും, പൗരോഹിത്യത്തിലേക്കാണെങ്കിലും, സന്യാസത്തിലേക്കാണെങ്കിലും നല്ലപോലെ പ്രാർത്ഥിച്ചു ഒരുങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. തമ്പുരാനോട് കൂടി ചേർന്ന് ആലോചിച്ച് എടുക്കുമ്പോൾ അത് അതിന് കുറച്ചുകൂടി ഒരു മനോഹാരിത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങുക, ജീവിതത്തെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്. ദൈവവിളി കുറയുന്നതിനെ പറ്റിയിട്ട് ഡീക്കിന് എന്തെങ്കിലും? എനിക്ക് അതിൽ വ്യക്തിപരമായിട്ടൊരു ഉത്തരം പറയാനൊന്നുമില്ല. പക്ഷേ പറയാനുള്ള ഉത്തരം എപ്പോഴും ബെനഡിക്ട് പാപ്പ പറഞ്ഞ ഒരു ഉത്തരമാണ്. അതായത് 2013 മാർപ്പാപ്പ രാജി പ്രഖ്യാപിക്കുന്നത്. ഫെബ്രുവരി 28 സ്ഥാനം ഒഴിഞ്ഞു. ആ സമയത്ത് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഭ ഇത്രയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങ് ഇതിൽ ഉപേക്ഷിച്ച് പോവുകയാണോ? അന്ന് മാർപ്പാപ്പ പറഞ്ഞ ഉത്തരമാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇത് ക്രിസ്തുവിൻ്റെ സഭയാണ്, അതിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് അവന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, ധാരണയുണ്ട്. അവൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. എൻ്റെ കയ്യിലല്ല ഇതിൻ്റെ ഭാവി ഇരിക്കുന്നത്, കുറച്ച് അവൻ അതിനനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുപോയി ഒരുക്കിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് ദൈവവിളികൾ കുറയുന്നു എന്ന് പറഞ്ഞാലിപ്പം പലപ്പോഴും മുൻപ് ദൈവവിളി കുറഞ്ഞ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് പേര് വൈദികർ സമർപ്പിതരാകാൻ വരുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് വായിച്ചു കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു കാലഘട്ടത്തിൽ പണ്ട് ചിന്തിച്ചു നോക്കിയാൽ മിഷണറിമാർ ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അല്ലേ? ഇന്ത്യയിലേക്ക് മിഷണറിമാർ വരികയായിരുന്നു. ഇന്ന് നമ്മളാണ് മിഷണറിമാരെ പുറത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ദൈവം അതിനനുസരിച്ച് പല സമൂഹങ്ങളെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദൈവവിളി കുറയുന്നു എന്നുള്ളതിൽ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നല്ല ദൈവവിളികൾ നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. ദൈവവിളി കേൾക്കാനും അതിനനുസരിച്ച് ജീവിക്കുവാനുമായിട്ട് ഡീക്കനെ കഴിയട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. പല പ്രതിസന്ധികളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വൈദികനായി മുന്നോട്ട് പോകുമ്പോൾ പല തടസ്സങ്ങളും പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും അതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപയാൽ മുന്നോട്ട് പോകാനായിട്ട് ഡീക്കന് സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. താങ്ക് യു.